ഇപ്പോൾ കോഴിക്കോട്ടെ എം ടി വാസുദേവൻ നായരുടെ വീടിന് മുന്നിൽ നിരവധി പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. മൃതദേഹം കാണുന്നു, ഒരു നോക്ക് കാണുന്നു, പിരിഞ്ഞു പോകുന്നു. പക്ഷേ അവിടെ വലിയ തിരക്കുണ്ട്. ചെറിയ ഒരു വഴിയിലൂടെയാണ് എം ടി വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് പോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയായിട്ടാണ് കടത്തി വിടുന്നത്. അതേപോലെ തന്നെയുള്ളൊരു നിയന്ത്രണം ഒരുപക്ഷെ വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കുന്ന മാവൂർ റോഡ് ശ്മശാനത്തിലും ഉണ്ടായി എന്ന് വന്നേക്കാം. ഇവിടെ എത്തിയ നിരവധി പേരുടെ കൂട്ടത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു, ആലങ്കോട് ലീലാകൃഷ്ണൻ ഉണ്ടായിരുന്നു, വർഗീസ് ചക്കാലക്കൽ ഉണ്ടായിരുന്നു, കോഴിക്കോട് ബിഷപ്പ് ഉണ്ടായിരുന്നു, ആര്യാടൻ ഷൗക്കത്ത്, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, എം വി ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി, അബ്ദുസമദ് സമദാനി, ഷാജി എൻ കരുൺ, വിനീത്, നടൻ ഇ പി ജയരാജൻ, CPM നേതാവ് സജി ചെറിയാൻ, മന്ത്രി സുരാജ് വെഞ്ഞാറമൂട്, നടൻ VK സനോജ്, കവി മധുസൂദനൻ നായർ, AM റഹീം, അടൂർ ഗോപാലകൃഷ്ണൻ, സത്യനന്ദിക്കാട്, AN ഷംസീർ, TP രാമകൃഷ്ണൻ എന്നിവരടക്കം അവരുടെ എല്ലാം പ്രതികരണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് കാണാം. ഒരു വിമർശനം എന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അഭിപ്രായം പറയേണ്ടിടത്ത് മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന മിതഭാഷിണിയായ ഒരു വിമർശകനായിരുന്നു അദ്ദേഹം. മിതഭാഷയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ കരുത്തും വ്യാപ്തിയുമുണ്ട് എന്ന് കേരളം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനി ആരിൽ നിന്നാണ് അങ്ങനൊരു അനുഭവം ഉണ്ടാവുക എന്നതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അവിടെ നോക്കുമ്പോൾ മുമ്പിൽ ഇപ്പോൾ ശൂന്യത മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളത്തിനുള്ള നഷ്ടമാണ്, മലയാളക്കരയുടെ നഷ്ടമാണ്. മലയാളക്കര ദുഃഖിക്കുന്നതോടൊപ്പം എനിക്ക് തോന്നുന്നത് അത് ആശുപത്രിയിൽ അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന്. ആ പ്രതീക്ഷ 4 നാൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടായുള്ളൂ എന്നതിലുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. തിരിച്ചു വരുമെന്ന് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു MT മരിക്കില്ല എന്ന്. ഇപ്പോൾ ഒരുപക്ഷെ അതിനെ വ്യാഖ്യാനിച്ചാൽ MT മരിക്കുന്നില്ല, MTയുടെ ഭൗതിക ദേഹം മാത്രമേ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുള്ളൂ. വാസുദേവൻ നായരുടെ വേർപാടോടുകൂടി മലയാള സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഒരു വലിയ വെളിച്ചമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. MTയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മോശമായ സന്ദർഭം മുതൽ ഗവൺമെൻറ് എല്ലാ തലത്തിലും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില പരിശോധിക്കാനും അവിടെ എത്താനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കേരളം അദ്ദേഹത്തെ എന്നും ആദരിക്കും, എന്നും ബഹുമാനിക്കും. അദ്ദേഹം മലയാള സാഹിത്യത്തിൽ, ലോക സാഹിത്യത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയ്ക്ക് എല്ലാ സംഭാവനകളും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മകളുടെ മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. MT അധികം സംസാരിക്കില്ലെങ്കിലും MTയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു. എല്ലാവരും, അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ, മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ, എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ്. ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട്, വില്ലനുമുണ്ട്, നായികയുമുണ്ട്, എല്ലാമുണ്ട്. ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ, മനുഷ്യൻ്റെ വിവിധ രീതികൾ അദ്ദേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഗവൺമെൻറ് വന്ന സമയത്ത് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ കൂടി ഭാഗമായിട്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്നുള്ള ഒരു പദ്ധതിക്ക് പിന്നീട് രൂപം കൊടുക്കാനായത്. അത് തദ്ദേശ സ്ഥാപനങ്ങൾ, ടൂറിസം വകുപ്പ് ചേർന്നുകൊണ്ട് പഞ്ചായത്തുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ചർച്ചയിൽ ഉയർന്നു വന്നൊരു നിർദ്ദേശമായിരുന്നു. ഇങ്ങനെ വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് എപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഒരു എഴുത്തുകാരൻ സാംസ്കാരിക
നായകൻ എന്നുള്ളതിനപ്പുറത്തേക്കും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. എഴുത്ത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പുതിയ തലമുറയിലെ മാറ്റങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ന്യൂ ജനറേഷനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും നമ്മുടെ നാട്ടിലെ ഓരോ സാമൂഹിക പ്രവർത്തകനും മനുഷ്യനും പല തലത്തിൽ ഒരു കരുത്തായിരുന്നു ബഹുമാന്യനായ MT. ആ കരുത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ കരുത്താണ് നമുക്ക് ഇപ്പോൾ ചോർന്നു പോകുന്ന സ്ഥിതി വന്നിട്ടുള്ളത്. മലയാള സാഹിത്യത്തെ ലോകത്തോളം ഉയർത്തിയ വിശ്വസാഹിത്യകാരന്മാരുടെ പട്ടികയിൽപ്പെട്ട പ്രിയപ്പെട്ട സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. മനുഷ്യകുലമുള്ളിടത്തോളം കാലം അദ്ദേഹം സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കും. അദ്ദേഹത്തിന് കേരള നിയമസഭ കഴിഞ്ഞ വർഷത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം നൽകി ആചരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിന് മാത്രമല്ല ലോക സാഹിത്യത്തിന് നഷ്ടമാണ്. കൊളോസസ് എന്നൊരു വാക്ക് അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന സാഹിത്യകാരനാണ് ശ്രീ MT വാസുദേവൻ നായർ. കഥയും നോവലും തിരക്കഥയും സിനിമയും അതിനെല്ലാം നേതൃത്വം കൊടുത്ത വിശ്വസാഹിത്യകാരൻ ശ്രീ MT വാസുദേവൻ നായർ ഇന്നലെ രാത്രിയാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു. ഒരു വലിയ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്കാകെയുള്ള നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരള നിയമസഭയുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു. അനീതിക്ക് നേരെ കാർക്കിച്ചു തുപ്പാൻ കഴിവുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ MTക്ക് പകരം MT അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. തുഞ്ചൻപറമ്പിലെ സാംസ്കാരികമായ സർവതലസ്പർശിയായ മേഖലയിലുള്ള ഇടപെടൽ അതിന് മരണം വരെ നേതൃത്വപരമായ പങ്കുവഹിച്ച പ്രമുഖനായ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള താരതമ്യം ചെയ്യാനാവാത്ത പ്രതിഭയായിരുന്നു അദ്ദേഹം. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുക അദ്ദേഹം ഒരു ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഏകനായി അദ്ദേഹം മുന്നോട്ടേക്ക് പോയപ്പോൾ മതനിരപേക്ഷ കേരളം മുഴുവൻ MTയോടൊപ്പമായിരുന്നു. മുഴുവൻ പ്രശ്നങ്ങളോടും പ്രതികരിച്ച ഇതുപോലൊരു സാഹിത്യകാരൻ വേറെയില്ല. എല്ലാ ഘട്ടങ്ങളിലും സർവതലസ്പർശിയായ മേഖലയിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം. തെറ്റായ ഒരു അദ്ദേഹം കൂടുന്നിട്ടില്ല. കേരളത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അദ്ദേഹം ഒരിഞ്ച് മാറിയിട്ടില്ല. അതാണ് MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.